ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷനിൽ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയാണ് പറഞ്ഞത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് വൈൻഡിങ് അപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സിംപ്ലി വൈൻഡിങ് അപ്പ് സിംപ്ലി മീൻസ് ദി എൻഡിങ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, നമ്മളെ വൈൻഡിങ് അപ്പിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഹെൽപ്പറാണ് ആര്? ലിക്വിഡേറ്റർ. ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ടോപ്പിക് കമ്പനി ലിക്വിഡേറ്റർ. ഓക്കെ, ഇവിടെ ലിക്വിഡേഷൻ മീൻസ് എന്താണ്? സിമ്പിളായിട്ട് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡേഷൻ ഈസ് ദി പ്രോസസ് ആൻഡ് അക്കൗണ്ടിങ് ബൈ വിച്ച് എ കമ്പനി ഈസ് ബ്രോട്ട് ടു ആൻ എൻഡ്. ഒരു കമ്പനി എൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനി അതിൻ്റെ ബിസിനസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ബിസിനസ്സിന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ. ഓക്കെ, നമുക്കിവിടെ പഠിക്കാനുണ്ട് ഹൂ ഈസ് ദി കമ്പനി ലിക്വിഡേറ്റർ. ഈ കമ്പനിയെ വൈൻഡിങ് അപ്പിലേക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഡേറ്റർ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ലിക്വിഡേറ്ററിൽ പഠിക്കാനുള്ളത് when a company goes to a liquidation under a specific tribunal. ഓക്കെ, ട്രൈബ്യൂണൽ വഴി ഒരു കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലിക്വിഡേറ്ററുടെ റോൾ ഈസ് ബിഗ്. അവിടെ ലിക്വിഡേറ്ററാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്ന, നമ്മൾ എങ്ങനെയാണോ വൈൻഡിങ് ബിഗ് ചെയ്യുന്നത് അതിനൊക്കെ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അവിടെ നമുക്കിതിൽ നോക്കാനുള്ളത് ദെൻ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. ഒരു കമ്പനി ലിക്വിഡേറ്ററെ എങ്ങനെ റിമൂവൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നത് ദ കമ്പനി ലിക്വിഡേറ്റർ ഷുഡ് ബി മിസ്കണ്ടക്ട്. ഒരാൾ മിസ്കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ നമുക്ക് റിമൂവൽ ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെയാവും അയാൾ മിസ്കണ്ടക്ട് ചെയ്യാം? അപ്പോൾ അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് ഓക്കെ, ABC ലിമിറ്റഡ് ലിക്വിഡേഷന് വേണ്ടി അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന് വേണ്ടി ഒരു എ എന്ന് പറയുന്ന ലിക്വിഡേറ്ററെ ഫിക്സ് ചെയ്തു. ഓക്കെ, ദെൻ ആഫ്റ്റർ 6 months ഈ ലിക്വിഡേറ്റർ നമുക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പുകളൊന്നും ചെയ്തില്ല. പുള്ളി എന്ത് ചെയ്തു? നമ്മളെ മിസ്കണ്ടക്ട് ചെയ്തു. ഒന്നെങ്കിൽ കമ്പനിയെ കബളിപ്പിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും റീസണിലൂടെ. ഇങ്ങനെയൊക്കെ കമ്പനിക്ക് തോന്നുവാണെങ്കിൽ, ട്രൈബ്യൂണലിന് തോന്നുവാണെങ്കിൽ ഒരു കമ്പനി ലിക്വിഡേറ്ററിന് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവൽ ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ഫ്രോഡാണ്. എനി കൈൻഡ് ഓഫ് ഫ്രോഡ്. നമ്മൾ ലിക്വിഡേറ്റർ എന്തെങ്കിലും ഫ്രോഡ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? ആ ലിക്വിഡേറ്റർ നമുക്ക് റിമൂവൽ ചെയ്യാം ആൻഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് തേർഡ് വൺ പ്രൊഫഷണൽ ഇൻകോമ്പീറ്റൻസ്. ഈ പ്രൊഫഷണൽ ഇൻകോമ്പീറ്റൻസ് മീൻസ് എന്താണ്? അയാൾക്ക് ആവശ്യത്തിനുള്ള പ്രൊഫഷണൽ സ്കില്ലൊന്നും ഇല്ലെങ്കിൽ, കാരണം നമ്മൾ വിശ്വസിച്ച് ഒരാളെ ലിക്വിഡേറ്ററായി നിയമിച്ചെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് എ എന്ന് പറയുന്ന ഒരു ലിക്വിഡേറ്ററുടെ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. ദെൻ അയാൾ പ്രൊഫഷണലി കേപ്പബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടുത്തെ എല്ലാം ഇംബാലൻസ് ആവും. അവിടെ വൈൻഡിങ് അപ്പ് എന്ത് ചെയ്യില്ല, അവർക്ക് പ്രോപ്പർ ടൈമിൽ ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം? ഒരാളെ നമുക്ക് ഒരു ലിക്വിഡേറ്ററിനെ റിമൂവൽ ചെയ്യാം, റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനബിലിറ്റി ടു ആക്ട് ആസ് എ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ. അയാൾ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ആയിട്ട് അയാൾ ആക്ട് ചെയ്യുന്നില്ലെങ്കിലും അയാൾ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ്ലി കോൺഫ്ലിക്റ്റ്. നമുക്കറിയാം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺഫ്ലിക്റ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എനി കൈൻഡ് ഓഫ് മാൽ പ്രാക്ടീസസ്. അതായത് ഒരു ലിക്വിഡേറ്റർ അയാളുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് അയാളെ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ പഠിക്കുന്നത് കമ്പനി ലോ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കമ്പനി ലിക്വിഡേറ്റർ എപ്പോഴൊക്കെയാണ് നമുക്ക് അയാളെ റിമൂവൽ ചെയ്യാനും റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വൈൻഡിങ് അപ്പ് കമ്മിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വൈൻഡിങ് അപ്പ് കമ്മിറ്റീസ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വൈൻഡിങ് അപ്പ് കമ്മിറ്റീസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. ഓക്കെ,
നമ്മൾ ഓൾറെഡി വൈൻഡിങ് അപ്പ് പഠിച്ചതാണ്. ഇവിടെ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ക്യാൻ ടുഗെദർ ഫോർ ദി ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഇതിൽ ഈ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം, വൈൻഡിങ് അപ്പ് കമ്മിറ്റീസ് ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദ മെമ്പേഴ്സ് ഓഫ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി, മെമ്പേഴ്സ് ഓഫ്, ഇതിൽ പറയുന്ന ഫസ്റ്റ് മെമ്പർ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ട്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുമ്പോൾ തന്നെ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളൊരു പറയുന്ന ലെക്ചർ നോട്ട്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഇതിൽ എഴുതുക. ഓക്കെ, ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആണ്. ഫസ്റ്റ് മെമ്പർ ഒഫീഷ്യൽ ഓക്കെ, ലിക്വിഡേറ്റർ ഈസ് പേഴ്സൺ ഹു ആർ ഹെൽപ്പ് ടു വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. അപ്പോൾ ഈ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്ന ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആണ്. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഈസ് എ മെമ്പർ ഓഫ് ദി വൈൻഡിങ് അപ്പ് കമ്മിറ്റി. വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആണ്. ആൻഡ് സെക്കൻഡ് വൺ നോമിനി ഓഫ് സെക്യൂർ ക്രെഡിറ്റ്, നോമിനി ഓഫ് ഓക്കെ, സെക്കൻഡ് വൺ നോമിനി ഓഫ് സെക്യൂർ ക്രെഡിറ്റർ ആണ്. ഈ കമ്പനിക്ക് വിശ്വസ്തതയുള്ള ഒരു സെക്യൂർഡ് ക്രെഡിറ്റർ ആസ് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി. ഓക്കെ, വൈൻഡിങ് കമ്മിറ്റിയിലെ മെമ്പർ സെക്യൂർഡ് ക്രെഡിറ്ററും ഒരു വൈൻഡിങ് കമ്മിറ്റിയിലെ മെമ്പറാണ്. ആൻഡ് തേർഡ് വൺ എ പ്രൊഫഷണൽ നോമിനി. ഓക്കെ, എ പ്രൊഫഷണൽ നോമിനി by tribunal. ഓക്കെ, ട്രൈബ്യൂണൽ നോമിനേറ്റ് ചെയ്യുന്ന എ പ്രൊഫഷണൽ നോമിനി ഓഫ് ദി ട്രൈബ്യൂണൽ. അപ്പോൾ ട്രൈബ്യൂണൽ നിഷ്കർഷിക്കുന്ന ഒരു നോമിനി എന്താണ്, വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈൻഡിങ് അപ്പ് കമ്മിറ്റീസ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ആണ്. അതിൽ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കം ടുഗെദർ ഫോർ ഹെൽപ്ഫുൾ ദി ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ആൻഡ് ദേ ആർ സെവറൽ മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദി വൈൻഡിങ് അപ്പ് കമ്മിറ്റി. ദേ ആർ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആൻഡ് നോമിനി ഓഫ് ദി സെക്യൂർ ക്രെഡിറ്റർ ആൻഡ് ഫൈനലി എ പ്രൊഫഷണൽ നോമിനി ബൈ ട്രൈബ്യൂണൽ. ഓക്കെ, നിങ്ങൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ഫങ്ഷൻസ്. ഓക്കെ, വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ടേക്ക് ഓവർ അസെറ്റ്സ്. ഫസ്റ്റ് വൺ ഓക്കെ, ഒരു കമ്പനിയുടെ അസെറ്റ്സ് ടേക്ക് ഓവർ ചെയ്യാനുള്ള റൈറ്റും വൈൻഡിങ് അപ്പ് കമ്മിറ്റിക്ക് ഉണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദി ഫങ്ഷൻ, ടേക്ക് ഓവർ അസെറ്റ്സ്. ഈ ടേക്ക് ഓവർ അസെറ്റ് നമ്മൾ വൈൻഡിങ് അപ്പിലേക്ക് നീങ്ങുന്ന എപ്പോഴാണ്, ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ഡിസൈഡ് ചെയ്യുന്നത് തന്നെ അവർക്ക് ഒന്നെങ്കിൽ അക്യുമുലേറ്റഡ് ലോസ് സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ക്രെഡിറ്റേഴ്സിന് ഡെപ്റ്റ് പേ ചെയ്യാൻ കഴിയാത്തപ്പോഴാണ്, അല്ലെങ്കിൽ എനി റീസൺ കൊണ്ടാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്ന വൈൻഡിങ് അപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദി വൈൻഡിങ് അപ്പ് കമ്മിറ്റി ടു ടേക്ക് ഓവർ അസെറ്റ്സ്. അവരവരുടെ അസെറ്റ്സിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇറ്റ്സ് ഫങ്ഷനിങ് ടു ടേക്ക് ഓവർ അസെറ്റ്സ്. ആൻഡ് സെക്കൻഡ്ലി പറയുന്നത് എക്സാമിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ പറയുന്നത് എന്താണ്, എക്സാമിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബാലൻസ് ഷീറ്റ് ആൻഡ് ട്രയൽ ബാലൻസ്. ഈ ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിക്ക് അവരുടെ കറൻറ്റ് പ്രീവിയസ് ഇയറിലെ ഫിനാൻഷ്യൽ റെക്കോർഡ്സൊക്കെ എക്സാമിനേഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എക്സാമിനേഷൻ എന്ന് പറയുന്ന ഓഡിറ്റിംഗ് ആണ് കേട്ടോ. അത് ഓഡിറ്റിംഗ് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്, വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഒരു ഫംഗ്ഷനാണ്. ആൻഡ് തേർഡ് വൺ റിക്കവറി ഓഫ് പ്രോപ്പർട്ടി. അതായത് കറൻ്റ്ലി നമ്മൾ വൈൻഡിങ് അപ്പിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് ഹ്യൂജ് ലോസ് ഉണ്ട് അല്ലേ. ഈ ലോസിന് മുമ്പായിട്ട് അവിടുത്തെ എല്ലാ അസറ്റ്സും റിക്കവറി ചെയ്യാനുള്ള ഫംഗ്ഷനിങ് വൈൻഡിങ് അപ്പ് കമ്മിറ്റിക്ക് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തുകൊണ്ട് കമ്പനിയെ റിവൈൻഡ് ചെയ്ത് റിക്കവറി ചെയ്യാനുള്ള റിക്കവറി ഓഫ് പ്രോപ്പർട്ടി, അത് ഇസ് വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ റിവ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ്. റിവ്യൂ ഓഫ്
റിവ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഈ കമ്പനി എങ്ങനെയൊക്കെയാണ് ഓഡിറ്റിംഗ് ചെയ്ത് ഈ ഓഡിറ്റിങ്ങിൻ്റെ എക്സാമിനേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ റിവ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ്. ഓരോ വർഷം കമ്പനിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോയത്, ഈ ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റി അതൊക്കെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ദെൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓരോ ഓഡിറ്റ് റിപ്പോർട്ട്സും അവർ റിവ്യൂ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഫങ്ഷനിങ് ടു ഫൈനലൈസേഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ അവർ ചെയ്യുന്നത് ആസ് എ വൈൻഡിങ് കമ്മിറ്റി ഡിസൈഡഡ് ടു ഫൈനലൈസേഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ആ ക്രെഡിറ്റേഴ്സിന് എത്രയൊക്കെ ഡെബ്റ്റ്സുകൾ പേ ചെയ്യാനുണ്ട് എന്നുള്ളത് ഒരു ഫൈനലൈസേഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യലും ദാറ്റ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദി വൈൻഡിങ് അപ്പ് കമ്മിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിംസ്. നെക്സ്റ്റ് ഫംഗ്ഷനിൽ പറയുന്നത് സെറ്റിൽമെൻ്റ് ആണ്. കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലെയിംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലെയിംസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുമായിട്ട് ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എനി അതർ കൈൻഡ് ഓഫ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റും ഫംഗ്ഷനിങ്ങും ആയിരിക്കുന്നുണ്ട് വൈൻഡിങ് അപ്പ് കമ്മിറ്റിക്ക് ഉണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. 7th വൺ ഓക്കെ, നമുക്കറിയാം പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനിക്ക് പലപ്പോഴും കടപ്പത്രിക അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആർക്കൊക്കെയാണോ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ആ ഡിവിഡൻഡ് കൊടുക്കാനും ദേ ഷുഡ് ബി വൈൻഡിങ് എ കമ്മിറ്റി ആർ ലയബിൾ ആൻഡ് ഫങ്ഷനിങ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതർ ഫങ്ഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി ബ്രീഫായിട്ട് പറയാം. കമ്പനി ലിക്വിഡേറ്റർ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി. വൈൻഡിങ് അപ്പ് കമ്പനി ഈസ് എ പേഴ്സൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഹു ആർ ഫങ്ഷനിങ് ടു കമ്പനി ലിക്വിഡേഷൻ. Winding up of committee is several members are there. The members are official liquidator is a person. Official liquidator is one of the member. Nominee of secure creditor and a professional nominee by tribunal. And winding a committee, they are several functioning too. Function number 1, take over the all assets, examination of the statements, recovery of property and review of auditor reports, and finalization of creditors and settlement of claims, and finally payment of dividend. And nextly we move to the ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട് ഓഫ് ദി കമ്പനി ലിക്വിഡേറ്റർ ആണ്. ഓക്കെ, ഒരു കമ്പനി ലിക്വിഡേറ്റർ എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, ദെൻ ആ റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു കമ്പനി ലിക്വിഡേറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ബട്ട് ആർ ദി പ്രിക്വസൈറ്റ്സ് ഓഫ് എ കമ്പനി ലിക്വിഡേറ്റർ, ദറ്റ് ഈസ് ദ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി റിപ്പോർട്ട് ഓഫ് ദി കമ്പനി ലിക്വിഡേറ്റർ. ഒരു കമ്പനി ലിക്വിഡേറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എ കമ്പനി ലിക്വിഡേറ്റർ ദേ ഷുഡ് ബി ലയബിൾ ടു ഇൻക്ലൂഡ് നേച്ചർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി അസെറ്റ്. ഒരു കമ്പനിയിൽ എന്തൊക്കെ നേച്ചർ ഓഫ് അസെറ്റ്സ് ഉണ്ട്, ഏതൊക്കെ അസെറ്റ്സുകളാണ് അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് അവരുടെ ഡീറ്റെയിൽസ് എൻക്വയറി പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഷുഡ് ബി ആ റിപ്പോർട്ടിൽ നേച്ചർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി അസെറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്ര ബിൽഡിംഗ് ഉണ്ട്, എത്ര ബിൽഡിങ്ങിൽ അവർ കപ്പാസിറ്റി എത്രയുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്, ഒരു ദിവസം അവരുടെ ടേൺ ഓവർ എത്രയാണ്, ഒരു ദിവസം അവർ എത്ര ലേബേഴ്സിന് യൂസ് ചെയ്യുന്നു,